സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. എല്ലാവർക്കും എൻ്റെ വിനീത പ്രണാമം. ഇന്ന് ഗുരു പൂർണിമ സുദിനമാണ്. ഭാരതത്തിലെമ്പാടും ശിഷ്യന്മാരായിട്ടുള്ള വിദ്യാർത്ഥികൾ ഒക്കെ തന്നെ തങ്ങളുടെ ഗുരുക്കന്മാരെ പ്രണമിക്കാൻ, നമസ്കരിക്കാൻ, ഗുരുപൂജ ചെയ്യാൻ ഒക്കെ തന്നെ ഔത്സുക്യം കാണിക്കുന്ന ഒരു പുണ്യ സുദിനമാണ്. നമുക്കൊക്കെ അറിയാം, ഭാരതീയ വിജ്ഞാന ധാര മുഴുവൻ വ്യാസനിലൂടെയാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത്. വ്യാസ ഭഗവാൻ വിജ്ഞാനത്തെ ക്രോഡീകരിക്കുകയും അതിനെ 4 വേദങ്ങളായി തരംതിരിക്കുകയും 18 പുരാണങ്ങളും ഉപപുരാണങ്ങളും മറ്റുള്ള കൃതികളും ഒക്കെ തന്നെയായി വിജ്ഞാനത്തിൻ്റെ അക്ഷയ ഖനി തുറന്നു തന്ന മഹാഗുരുവാണ്. ആ ഗുരുവിനെ സ്മരിക്കാനാണ് നാം ഗുരു പൂർണിമ, അതായത് ആഷാഢമാസത്തിലെ പൗർണമി സുദിനം ഗുരുപൂജയായി ആചരിക്കുന്നത്. യഥാർത്ഥത്തിൽ നാം ഗുരുവിനെ വന്ദിക്കുമ്പോൾ, പൂജിക്കുമ്പോൾ ഒക്കെ തന്നെ ആ പ്രണാമം എത്തിച്ചേരുന്നത് സർവേശ്വരനിലേക്കാണ്. ഈശ്വരൻ തന്നെയാണ് ഗുരുവായി അവതരിക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത്. ഗുരുവിനെ വന്ദിക്കാനായി നാം സ്ഥിരം ഉപയോഗിക്കുന്ന ശ്ലോകമാണ് ഓം ഗുരുർ ബ്രഹ്മ ഗുരുർ വിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഗുരു ബ്രഹ്മാവും വിഷ്ണുവും മഹേശ്വരനുമാണ്. അതായത് സൃഷ്ടിയും സ്ഥിതിയും അതുപോലെ സംഹാരവും ഒക്കെ ഗുരുവിന് നിർവഹിക്കാൻ കഴിയും. ഒരു വിദ്യാർത്ഥിയിൽ വിജ്ഞാനത്തെ സൃഷ്ടിക്കാൻ, അവനെ ആ വൈജ്ഞാനിക മണ്ഡലത്തിൽ നിലനിർത്താൻ, അവനെ സംഹരിക്കാൻ ഒക്കെ തന്നെ ഗുരുവിന് സാധിക്കും എന്നുള്ളതാണ്. ഗുരു ഭാരതീയമായ ചിന്താധാരയിൽ ഏറ്റവും ഉത്കൃഷ്ടമായ പദവി വഹിക്കുന്ന വ്യക്തിത്വമാണ്. ബ്രഹ്മാനന്ദം പരമസുഖദം കേവലം ജ്ഞാനമൂർത്തിം ദ്വന്ദ്വാതീതം ഗഗന സദൃശം തത്വമസ്യാദി ലക്ഷ്യം ഏകം നിത്യം വിമലമചലം സർവധീ സാക്ഷിഭൂതം ഭാവാതീതം ത്രിഗുണരഹിതം സദ്ഗുരും തം നമാമി. സദാ ബ്രഹ്മാനന്ദത്തിൽ മുഴുകി ഇരിക്കുന്നവരും പരമമായ സുഖത്തെ ദാനം ചെയ്യാൻ പ്രാപ്തനായവരും ജ്ഞാനം തന്നെ മൂർത്തിഭാവമായി മാറിയവനും ദ്വന്ദ്വങ്ങൾക്ക്, അതായത് ശീതോഷ്ണാദി സുഖദുഃഖാദികൾക്കൊക്കെ അതീതനും ഗഗന സദൃശനും, അതായത് തൻ്റെ വിശേഷമായ ജ്ഞാനത്താൽ ഈ പ്രപഞ്ചം മുഴുവനും ഈശ്വരനും താനും ഒന്നാണ് എന്ന ആ സാക്ഷാത്കാരത്തിലൂടെ താനും ബ്രഹ്മവും ഒന്നായി തീർന്ന ഒരുവൻ. ഏതുപോലെയാണോ ഈശ്വരൻ എല്ലാ ദിക്കിലും നിറഞ്ഞിരിക്കുന്നത്, അതുപോലെ തന്നെ ഗഗന സദൃശനായി സർവവ്യാപിയായിട്ടുള്ള ആകാശത്തെ പോലെ താൻ തന്നെയാണ് ഈ പ്രപഞ്ചമെന്നും ഈശ്വരനെന്നും സാക്ഷാത്കരിച്ചവനാണ് ഗുരു. തത്വമസ്യാദി ലക്ഷ്യം, തത്വമസി മുതലായിട്ടുള്ള മഹാവാക്യങ്ങൾ യാതൊന്നിനെയാണോ ലക്ഷീകരിക്കുന്നത്
അത് തൻ്റെ ലക്ഷ്യമായിട്ട് പ്രവർത്തിക്കുന്നവനാണ് ഗുരു. ഏകവും നിത്യവും നിർമ്മലവും ഇളകാത്തതുമായ സർവാന്തര്യാമിയായി എല്ലാ ജീവജാലങ്ങളുടെയും ഉള്ളിൽ സാക്ഷിയായിട്ട് ഇരിക്കുന്ന, യാതൊരു ഭാവങ്ങളും ഇല്ലാത്ത, ത്രിഗുണരഹിതനായ, സത്വ രജസ് തമോ ഗുണങ്ങളിൽ ഒന്നും തന്നെ സ്ഫുരിക്കാത്ത സദ്ഗുരുവിനെ ഞാൻ നമിക്കുന്നു എന്നാണ് മുൻപറഞ്ഞ ശ്ലോകത്തിൻ്റെ അർത്ഥം. യഥാർത്ഥ ഗുരുവിൻ്റെ അവസ്ഥ സൂചിപ്പിക്കുന്നതാണ് ഗുരുവന്ദന ശ്ലോകത്തിൻ്റെ ആശയം. കലികാലത്തിൽ ഇത്തരത്തിലുള്ള ഒരു ഗുരുവിനെ വളരെ വിരളമായിട്ട് നമുക്കൊക്കെ കാണാൻ സാധിക്കും. കാരണം ഗുരുക്കന്മാർ ഒക്കെ തന്നെ തൻ്റെ ഗുണഗണങ്ങൾ വാഴ്ത്തി പാടി മറ്റുള്ളവരെ അനുയായികളാക്കി തൻ്റെ കാൽക്കീഴിൽ ആക്കാൻ വെമ്പുന്നവരല്ല മഹാഗുരുക്കന്മാരൊക്കെ തന്നെ. അതുകൊണ്ടാണ് ഋഷീശ്വരന്മാരൊക്കെ അറിവിൻ്റെ അക്ഷയ കേദാരങ്ങളൊക്കെ തന്നെ ആയിട്ടും ഹിമാലയത്തിലും ഗുഹകളിലും ഒക്കെ ഏകാന്തവാസം അനുഷ്ഠിച്ചത്. എങ്കിലും ചില ലക്ഷണങ്ങളിലൂടെ നമുക്ക് ഗുരുത്വത്തെ തിരിച്ചറിയാവുന്നതാണ്. അങ്ങനെയുള്ള ഒരു നല്ല ഗുരുവിനെ എങ്ങനെ ശിഷ്യന് ലഭിക്കാം, എങ്ങനെ തിരിച്ചറിയാം എന്നുള്ളതിനെക്കുറിച്ച് ആദിഗുരുവായിട്ടുള്ള ശങ്കരാചാര്യ സ്വാമികൾ നിരവധി പ്രകരണ ഗ്രന്ഥങ്ങളിലൂടെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഉത്തമനായ ഒരു ഗുരുവിൻ്റെ ലക്ഷണം ആചാര്യ സ്വാമികളുടെ വാക്കുകളിലൂടെ ഗുരു എങ്ങനെയുള്ള ആളായിരിക്കണം? ആചാര്യസ്തു ഊഹാപോഹ ഗ്രഹണ ധാരണ ശമദമ ദയാനുഗ്രഹാദി സമ്പന്നു ലബ്ധാഗമോ ദൃഷ്ടാദിഷ്ട ഭോഗേഷു അനാസക്ത ത്യക്ത സർവകർമ്മ സാധനോ ബ്രഹ്മവിദ് ബ്രഹ്മണി സ്ഥിതോ അഭിന്നവൃത്തോ ദംഭ ദർപ്പ കുഹക ഷാഢ്യ മായ മാത്സര്യ അനൃത അഹങ്കാര മമത്വാദി ദോഷവർജിതോ കേവല പരാനുഗ്രഹ പ്രയോജനോ വിദ്യോപയോഗാർത്ഥി ഗുരു എന്നാണ് ആചാര്യസ്വാമികൾ പറഞ്ഞിട്ടുള്ളത്. അതായത് ആചാര്യനാകട്ടെ ഊഹാപോഹ, ഊഹം ചെയ്യാനും ആപോഹം ചെയ്യാനും കഴിവുള്ളവനായിരിക്കണം. അതായത് ഒരു ലക്ഷണം കണ്ടാൽ കൃത്യമായി ഇന്നതാണ് എന്ന് മനസ്സിലാക്കാനുള്ള, ഊഹിക്കാനുള്ള കഴിവാണ് ഊഹം. ആപോഹം എന്നാൽ നിരവധി കാരണങ്ങളിൽ നിരവധി ലക്ഷണങ്ങൾ കണ്ടാൽ അത് ആ സന്ദർഭത്തിന് യോജിച്ചതല്ല എന്ന് തിരിച്ചറിയാനുള്ള കഴിവാണ് ആപോഹം. ഗ്രഹണം, ധാരണം എന്നിവ കേട്ടതും കണ്ടതും അനുഭവിച്ചതുമായ കാര്യങ്ങളിൽ നിന്ന് അതിൻ്റെ സൂക്ഷ്മാംശം ഗ്രഹിക്കാനുള്ള കഴിവാണ് ഗ്രഹണ പടുത്വം. അതുപോലെ ഗ്രഹിച്ച കാര്യങ്ങൾ മറക്കാതെ ഓർമ്മയിൽ സൂക്ഷിക്കാനുള്ള കഴിവാണ് ധാരണാശേഷി. ശമ ദമ ദയാനുഗ്രഹാദി സമ്പന്ന. ശമം എന്നാൽ മനസ്സിൻ്റെ അടക്കമാണ്. മാനസിക വ്യാപാരങ്ങളെ നിയന്ത്രിക്കാനുള്ള കഴിവാണ് ശമം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദമമാകട്ടെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാനുള്ള കഴിവാണ്. ചക്ഷുരാദി ബാഹ്യേന്ദ്രിയ നിഗ്രഹ ദമഃ. കണ്ണ്, ത്വക്ക്, മൂക്ക് മുതലായ ഇന്ദ്രിയങ്ങളെ അവിഷയ വ്യാപാരങ്ങളുമായി ബന്ധപ്പെട്ട് വിഹരിക്കുന്നതിനെ നിയന്ത്രിക്കാനുള്ള കഴിവാണ് ദമം.
ദയാവായ്പ്, കരുണ, പ്രപഞ്ചത്തോടുള്ള കരുണ വഴിയുന്നവരായിരിക്കും മഹാഗുരുക്കന്മാരൊക്കെ തന്നെ. ശ്രീബുദ്ധൻ, ശ്രീനാരായണ ഗുരു ഒക്കെ അനുകമ്പയുടെ മൂർത്തിഭാവങ്ങളായിരുന്നു. അനുഗ്രഹാതിസമ്പന്ന, അനുഗ്രഹം നൽകാൻ വാക്കുകൊണ്ട്, നോക്കുകൊണ്ട്, പ്രവൃത്തി കൊണ്ട്, വിചാരം കൊണ്ട് പോലും ലോകത്തിന് മുഴുവൻ മംഗളം ലഭിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരായിരുന്നു മഹാഗുരുക്കന്മാരൊക്കെ തന്നെ. ലബ്ധാഗമ, ആഗമങ്ങളെ, വേദങ്ങളെ, മറ്റ് ശാസ്ത്രങ്ങളെയൊക്കെ ശ്രദ്ധാപൂർവം അഭ്യസിച്ചവനായിരിക്കണം. ദൃഷ്ടാദൃഷ്ട ഭോഗേഷു അനാസക്ത, ദൃഷ്ടവും അദൃഷ്ടവും കണ്ടതും കാണാത്തതുമായ, അറിഞ്ഞതും അറിയാത്തതുമായ എല്ലാ സുഖ ഭോഗങ്ങളിൽ നിന്നും വിരക്തനായിരിക്കണം. അല്ലെങ്കിൽ അതിനോട് ആസക്തി വച്ച് പുലർത്തുന്ന ആളാവരുത് ഒരു ശ്രേഷ്ഠനായ ആചാര്യൻ. തെക്ത സർവകർമ്മ സാധനം, എല്ലാ കർമ്മങ്ങളെയും, കാമ്യങ്ങളായ സർവകർമ്മങ്ങളെയും അതിൻ്റെ സാധനങ്ങളോടുകൂടി തന്നെ ഉപേക്ഷിച്ചവനായിരിക്കും ഉത്തമ ഗുരു. കർമ്മ വിരക്തിയാണ് ഒരു ഗുരുവിൻ്റെ ലക്ഷണം. ബ്രഹ്മവിദ്, ബ്രഹ്മത്തെ, ഈശ്വരനെ സാക്ഷാത്കരിച്ചവനായിരിക്കണം, ഈശ്വരനെ അറിഞ്ഞവനായിരിക്കണം. ബ്രഹ്മണി സ്ഥിത, ആ ഈശ്വരനിൽ തന്നെ നിലനിൽക്കുന്നവനായിരിക്കണം. നിരന്തര സ്മരണ, നിരന്തരമായ ഈശ്വര സ്മരണയോട് കൂടിയിട്ടുള്ള ആളായിരിക്കും ഗുരു. അഭിന്നവൃത്ത, മാത്രമല്ല ഈശ്വരനും താനും ഒന്ന് തന്നെയാണ് എന്നുള്ള ദൃഢമായ അനുഭൂതി അല്ലെങ്കിൽ സാക്ഷാത്കാരം ഉള്ള ആളായിരിക്കും ഗുരുനാഥൻ. ദംഭദർപ്പ, ദംഭം എന്നാൽ ഗർവ്, തനിക്ക് ഉള്ള ദ്രവ്യത്തിലും പ്രശസ്തിയിലും സമ്പത്തിലും ഒക്കെ ഗർവിതമായിട്ടുള്ള മനസ്സോട് കൂടിയിട്ടുള്ള അവസ്ഥയാണ് ദംഭം. ദർപ്പമാകട്ടെ താനാണ് ഏറ്റവും വലിയവനെന്നും മറ്റുള്ളവരൊക്കെ ചെറുതാണെന്നും മറ്റുള്ളവരെ പുച്ഛത്തോടു കൂടി കാണുന്ന മനോഭാവം. കുഹകം എന്ന് പറഞ്ഞാൽ കാപട്യം ആണ്. തനിക്കില്ലാത്തത് ഉണ്ടെന്ന് അഭിനയിക്കുന്ന, ഇല്ലാത്ത അറിവിനെ ഉണ്ടെന്ന് കാണിക്കാൻ വെമ്പൽ കൊള്ളുന്ന, താൻ എന്തൊക്കെയോ ആണ് എന്ന് ലോകരോട് വിളിച്ചു പറയാൻ ആഗ്രഹിക്കുന്ന വ്യക്തി കുഹകനാണ്. ഷാഠ്യം, പല കാര്യത്തിലും വാശി പുലർത്തുന്നതാണ് ഷാഠ്യം. മായ എന്നുള്ളത് ഇല്ലാത്തതിനെ ഉണ്ട് എന്ന് വരുത്തി മറ്റുള്ളവരെ വഞ്ചിക്കുന്ന സ്വഭാവമാണ്. അമൃതം, പ്രവൃത്തിയിലും വാക്കിലും ഒക്കെ അസത്യം പുലർത്തുന്ന സ്വഭാവമാണ് അമൃതം. സത്യം പുലർത്താതിരിക്കുക, സത്യം പറയാതിരിക്കുക, ഇതൊക്കെ അമൃതമാണ്. അഹങ്കാരമാകട്ടെ ഞാനെന്നുള്ള ഭാവമാണ്. വളരെ ഉയർന്ന ഞാനെന്ന ഭാവമാണ് അഹങ്കാരം. മമത്വം എന്നുള്ളത് ഞാനെന്നും എൻ്റേതെന്നും എനിക്കെന്നും ഉള്ള ഭാവമാണ് മമത്വം. ഇത്തരത്തിലുള്ള ദോഷങ്ങൾ, ഈ 9 ദോഷങ്ങൾ വർജിച്ചവനായിരിക്കണം ശ്രേഷ്ഠനായ ഗുരു. മാത്രമല്ല കേവല പരാനുഗ്രഹ പ്രയോജനോ വിദ്യോപയോഗാർത്ഥി, താൻ അറിഞ്ഞ, താൻ പഠിച്ച ഈ വിജ്ഞാനം മുഴുവനും കേവലം പരാനുഗ്രഹ പ്രയോജനത്തിന്, മറ്റുള്ളവർക്ക് ഉപയോഗം
വരണം എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് സൗജന്യമായി നൽകുന്ന ആളായിരിക്കണം. ഗുരു ഒരിക്കലും വിദ്യ നൽകുന്നത് ധനം മോഹിച്ചിട്ടായിരിക്കരുത്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആഗ്രഹിച്ചിട്ടായിരിക്കരുത് ഗുരു ഏതൊരു വിദ്യയും ശിഷ്യർക്ക് ഉപദേശിച്ചു കൊടുക്കേണ്ടത്. നമുക്കറിയാം, ബ്രഹ്മഹത്യാദി പാപങ്ങളിൽ ഉപപാതകങ്ങളിൽപ്പെട്ട ഒന്നാണ് ഭൃതാധ്യാപനം, അതായത് ധനം പരിഗ്രഹിച്ച് വിദ്യ നൽകുക. അതുപോലെ തന്നെ പാപം ആയിട്ടുള്ള സംഗതിയാണ് ഭൃതാധ്യയനം, ധനം വാങ്ങിയിട്ട് വിദ്യ പഠിക്കുക. തീർച്ചയായും ഭാരതീയമായിട്ടുള്ള ചിന്താധാരയുടെ ഉയർന്ന മൂല്യങ്ങളിൽ ഒന്നാണ് ഭൃതാധ്യാപനം ചെയ്യാതിരിക്കുക, ഭൃതാധ്യയനം ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ കേവല പരാനുഗ്രഹ പ്രയോജനവും വിദ്യോപയോഗാർത്ഥി തൻ്റെ അടുത്ത് വരുന്ന ശിഷ്യന്മാർക്ക് അവർക്ക് ഏറ്റവും ഉപയുക്തമായി തീരണം, ഈ വിദ്യ കൊണ്ട് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള അവസ്ഥയിൽ അവർ എത്തിച്ചേരണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി വിദ്യ ദാനം ചെയ്യുമ്പോഴാണ് അത് ഉത്തമ ഗുരു ആയിട്ട് തീരുന്നത്. അതുപോലെ തന്നെ ശിഷ്യന്മാർക്ക് വേണ്ട, അല്ലെങ്കിൽ വിദ്യാർത്ഥികൾക്ക് വേണ്ട ഗുണങ്ങളും ചുരുക്കി ഒന്ന് പറയാം. ശമദമ ഉപരതി തിതിക്ഷ ശ്രദ്ധ സമാധാനം എന്നിവയാണ് ഈ 6 ഗുണങ്ങളാണ് ഒരു ഉത്തമ വിദ്യാർത്ഥിക്ക് വേണ്ടത്. ശമം നാം നേരത്തെ കണ്ടു, മനസ്സിനെ അടക്കാനുള്ള കഴിവാണ്, ആഗ്രഹങ്ങളെ നിയന്ത്രിക്കാനുള്ള കഴിവാണ് ശമം എന്ന് പറയുന്നത്. ദമമാണ് ഇന്ദ്രിയ നിഗ്രഹം, ചക്ഷുരാദി ബാഹ്യേന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാനുള്ള കഴിവ്. ഉപരതിയാകട്ടെ സ്വന്തം ധർമ്മം അനുഷ്ഠിക്കാനുള്ള ത്വര, ദൃഢനിശ്ചയം, നിഷ്ഠ, സ്വധർമാനുഷ്ഠാന നിഷ്ഠയാണ് ഉപരതി. ഉപരതി അടുത്ത് ഇരിക്കാനുള്ള, ഗുരുവിൻ്റെ അടുത്ത് ഇരിക്കാനുള്ള ശ്രമം, അതിനോടുള്ള ഇഷ്ടം. ഗുരു എന്താണോ, മേൽപ്പറഞ്ഞ ഗുണങ്ങളൊക്കെ തന്നെയാണ് ഗുരു. ആ ഗുണത്തിനോട് അടുത്തിരിക്കാനായിട്ട് തൻ്റെ സ്വധർമ്മം ഒരിക്കലും അതിന് ഭംഗം വരുത്തില്ല എന്നുള്ള ദൃഢനിശ്ചയമാണ് ഉപരതി. തിതിക്ഷ എന്നാൽ ശീത ഉഷ്ണ സുഖ ദുഃഖാദി സഹിഷ്ണുത്വമാണ്. തണുപ്പും ചൂടും, ലാഭവും നഷ്ടവും, സുഖവും ദുഃഖവും ഒക്കെ തന്നെ ഒരുപോലെ സ്വീകരിക്കാനുള്ള മനോഭാവമാണ് തിതിക്ഷ. ചൂടിനോ തണുപ്പിനോ മറ്റ് പ്രതികൂല സാഹചര്യങ്ങൾക്കോ ഒന്നും തന്നെ തൻ്റെ നിഷ്ഠയെ ഭംഗം വരുത്താൻ കഴിയില്ല എന്നുള്ള ആ ഒരു ധൈര്യം, ചങ്കൂറ്റം, ആ ദൃഢത, അതാണ് തിതിക്ഷ എന്ന് പറയുന്നത്. ശ്രദ്ധ എന്ന് ഉദ്ദേശിക്കുന്നത് ഗുരുവിലും വേദാന്തവാക്യങ്ങളിലും ഗുരു ഉപദേശിച്ച വിദ്യയിലും ഗുരുവിൻ്റെ വാക്കിലും വേദാന്ത വാക്യങ്ങളിലുമുള്ള ഉറച്ച വിശ്വാസമാണ് ശ്രദ്ധ എന്ന് വിവക്ഷിക്കുന്നു. അടുത്ത ഗുണം സമാധാനമാണ്. സമാധാനം എന്ന് പറയുന്നത് ചിത്തത്തിന് ഉള്ള ഏകാഗ്രതയാണ്. നിരവധി വൃത്തികൾ ഒരേ സമയം പൊന്തുന്ന ഒരു സ്ഥലമാണ് ചിത്തം അല്ലെങ്കിൽ മനസ്സ്. സദാ ചിന്തകളിൽ വ്യാപരിക്കുന്ന മനസ്സിനെ ഏകാഗ്രപ്പെടുത്താനുള്ള കഴിവാണ് സമാധാനം എന്ന് പറയുന്നത്. എനിക്ക് അറിയേണ്ടതായിട്ടുള്ളതൊക്കെ എൻ്റെ ഗുരുനാഥൻ എനിക്ക് നൽകും. മറ്റൊന്നിനും വേണ്ടി എനിക്ക്
അലയേണ്ടതായിട്ടില്ല. എനിക്ക് ലഭിക്കേണ്ടതായിട്ടുള്ളതൊക്കെ ലഭിക്കും. ഞാൻ കൃതകൃത്യനാണ്. എൻ്റെ സ്വധർമ്മം ഞാൻ കൃത്യമായി അനുഷ്ഠിക്കുന്നവനാണ് എന്നൊക്കെയുള്ള ഉത്തമ ബോധ്യം വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു അവസ്ഥാവിശേഷമാണ് സമാധാനം അല്ലെങ്കിൽ ചിത്ത ഏകാഗ്രത. ഈ പറഞ്ഞ 6 ഗുണങ്ങളിൽ ഈ 5 ഗുണങ്ങളും ആർജിക്കാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അവനിൽ ഈ 6ാമത്തേതായിട്ടുള്ള സമാധാനം, ചിത്ത ഏകാഗ്രത സംഭവിക്കുകയും അവനിൽ യോഗം സംഭവിക്കുകയും ചെയ്യും. ജീവാത്മാവും പരമാത്മാവും തമ്മിലുള്ള ഐക്യം സംഭവിക്കുകയും ചിത്തവൃത്തി നിരോധം സംഭവിക്കുകയും അവനിൽ ജ്ഞാനം അങ്കുരിക്കുകയും ചെയ്യും. ഇത്തരത്തിലുള്ള ഈ പറഞ്ഞ ഗുണങ്ങളുള്ള നല്ല ഒരു ഗുരുവിനെ നിങ്ങൾക്ക് ലഭിക്കുമാറാകട്ടെ എന്നും വിദ്യാർത്ഥിക്ക് വേണ്ട 6 ഗുണങ്ങൾ നിങ്ങൾക്ക് ഏവർക്കും ആർജിക്കാൻ കഴിയട്ടെ എന്നും ഈ ഗുരു പൂർണിമ സുദിനത്തിൽ ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം.